അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പേജ് നമ്പർ 13. പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. സോ ഫസ്റ്റത്തെ പാർട്ട് നമ്മൾ ഇതിനു മുന്നേ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ കാണാത്തവർ അതൊക്കെ കണ്ടിട്ട് വരിക, സപ്പോർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ഇൻ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഈ ക്വസ്റ്റ്യനിൽ സ്ക്വയേഴ്സ് എന്നാണ് ചോദിച്ചത്, അത് ആദ്യം മനസ്സിലാക്കുക. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. അതുകൊണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 വശങ്ങളും ഈക്വൽ ആയിട്ടുള്ള, 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പാണ് എന്ത്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി സ്മോൾ സ്ക്വയർ? എത്ര സ്മോൾ സ്ക്വയർ ആണ് എല്ലാ പിക്ചറിലും ഉള്ളത് എന്നുള്ളതാണ്. സോ ഇവിടെ എന്താണ്? 1 2, ഇവിടെ 1 2 3 4, ഇവിടെ 1 2 3 4 5 6, 1 2 3 4 5 6 7 8. അതായത് എത്ര സ്ക്വയേഴ്സ് ഉള്ളത്? 2 4 6 8 എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയർ? ഹൗ മെനി ലാർജ് സ്ക്വയർ? ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്താ? ലാർജ് ആയിട്ടുള്ളത് സ്ക്വയർ ആണോ? അല്ല, അപ്പം 0. രണ്ടാമത്തേൽ എന്താ? ഇതൊരു എന്താണ്? സ്ക്വയർ ആണ്. ഈ ഒരു വലുത് എന്താണ്? സ്ക്വയർ ആണ്. എത്ര സ്ക്വയർ ഉണ്ട്? ഒരു സ്ക്വയർ. ഇനി മൂന്നാമത്തെ പിക്ചർ നോക്കുമ്പോൾ ഇതൊരു സ്ക്വയർ ആണ്, ഇതൊരു സ്ക്വയർ ആണ്. രണ്ടാമത്തെ ഇത് ഇങ്ങനെ ഒരു സ്ക്വയർ വരും. അപ്പം എത്ര സ്ക്വയർ വന്നു? ഇവിടെ 2 സ്ക്വയർ വന്നു. മൂന്നാമത്തെ പിക്ചർ നോക്കുമ്പോൾ ഇതൊരു സ്ക്വയർ ആണ്, റെഡ് ലൈനിൽ വരയ്ക്കുമ്പോൾ ഇതൊരു സ്ക്വയർ ആണ്. മൂന്നാമത്തത് എവിടെ ആയിരിക്കും? ഇവിടെ ഇതാ ഇങ്ങനെ ഒരു സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വന്നു? 3 സ്ക്വയർ വന്നു. അതായത് എത്ര ലാർജ് സ്ക്വയർ ഉള്ളത്? 0, 1, 2, 3 എക്സെട്ര എക്സെട്ര എക്സെട്ര. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഈച്ച് പിക്ചർ? എത്ര സ്ക്വയർ ആണ് എല്ലാ പിക്ചറിലും കൂടിയിട്ടും ഉള്ളത് എന്നുള്ളതാണ്. അതെന്താ ചെയ്താൽ മതി? 0 + 2 എത്രയാ? 2. 1 + 4 5, 2 + 6 8, 3 + 8 11 എക്സെട്ര എക്സെട്ര. If we continue pattern of picture are the sequence above arithmetic sequence? ഇതൊക്കെ എന്താണ്? സീക്വൻസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സീക്വൻസ് ആണോ? ഫസ്റ്റത്തെ സീക്വൻസ് ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യനിലുള്ളത് സീക്വൻസ് ആണോ? തേർഡ് ക്വസ്റ്റ്യനിലുള്ളത് സീക്വൻസ് ആണോ എന്നുള്ളതാണ്. അതെന്താക്കുക? ആദ്യം തന്നെ 2 4 6, 8 എന്നുള്ളത് സീക്വൻസ് ആണോ? അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് ടേം, തേർഡ് ടേമിന്ന് സെക്കൻഡ് ടേം, ഫോർത്ത് ടേമിന്ന് തേർഡ് ടേം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 4ന്ന് 2, 4 - 2 = എത്ര വരുന്നത്? 2 ആണ്. ഇനി ഇവിടെ തേർഡ് ടേം 6 - 4 എത്രയാണ്? 2 ആണ്. 8 - 6 എത്രയാണ്? 2 ആണ്. അതായത് ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് വന്നത്? ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് വന്നത്? therefore d = 2 ആണ്. അതുകൊണ്ട് എന്താണ്? ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതെന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എന്താ? 0, 1, 2, 3. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും എന്താണ്? ഇവിടത്തെ ഡി എത്രയാ? രണ്ടാമത്തെ 0, 1, 2, 3 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഡി എത്രയാ? 1 ആണ്. അതുകൊണ്ട് എന്താണ്? രണ്ടാമത്തതും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. മൂന്നാമത്തെ എന്താണ്? 2, 5, 2, 5, 8, 11 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യും? ഡി നോക്കുക. ഡി കാണാൻ എന്ത് ചെയ്താൽ മതി? ഡി = 5 - 2 ചെയ്യുമ്പം 3 കിട്ടും. പിന്നെ 8 - 5 ചെയ്യുമ്പം 3 കിട്ടും. 11 - 8 ചെയ്യുമ്പം 3 കിട്ടും. ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസ്. അതായത് സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും, തേർഡ് ടേമും സെക്കൻഡ് ടേമും, ഫോർത്ത് ടേമും തേർഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കോമൺ ആണ്. 3 ആണ്. അതായത് കോമൺ ഡിഫറൻസ് 3 ആണ്. therefore this is also arithmetic sequence. Okay.
അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ വീണ്ടും പറയുന്നു. പേജ് നമ്പർ 13, ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ ദ പിക്ചർ ബിലോ the perpendiculars drawn from the bottom line are equally spaced. അതായത് ഈ ഒരു പിക്ചറിൽ ഇവിടെ ഈ റെഡ് ലൈൻ ഓരോന്നും വരച്ചിരിക്കുന്നത് എന്താണ്? ഈക്വലി സ്പേസ് ഇട്ടിട്ടാണ്. അതായത് ഇതിന്റെ ഒക്കെ ബേസ് എന്താണ്? ഇതിന്റെ ഒക്കെ ബേസ് എന്താണ്? സെയിം ആണ്. ഈ ബേസ് ഒക്കെ എന്താണ്? ബി ബി ബി. ഈ പറയണതൊക്കെ എന്താണ്? സെയിം ആണ്. ഈക്വലി സ്പേസ്ഡ് എന്നാ പറയണത്. സെയിം ആണ്. അപ്പൊ അതിലൊരു ഡൗട്ടില്ല. പിന്നെ ഷോ ദാറ്റ് സീക്വൻസ് ഓഫ് ഹൈറ്റ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഓൺ ഈച്ച് ദിസ് ഫോം ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ്. അതായത് ഈ റെഡ് ലൈനൊക്കെ എന്താണ്? ഈ റെഡ് ലൈനിന്റെ ഒക്കെ ലെങ്ത് എന്താണെന്ന് ചെക്ക് ചെയ്യണം. അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ആദ്യത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന ഫസ്റ്റത്തെ പെർപെൻഡിക്കുലറിന് ഫസ്റ്റത്തെ ഈ ഹൈറ്റ് എന്താക്കുക? അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് വേറൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എല്ലാത്തിലും വരയ്ക്കുക. അങ്ങനെ ഇവിടെ എത്ര റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാകുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന 3 സൈഡുള്ള ഒരു ജോമെട്രിക് ഷേപ്പ്. 3 സൈഡുള്ള ജോമെട്രിക് ഷേപ്പ് പറയുമ്പോൾ ട്രയാങ്കിൾ. സോ ഇവിടെ ഇപ്പോ എത്ര ട്രയാങ്കിൾ ഉണ്ടായി? 1 2 3 4 5. 5 ട്രയാങ്കിൾ ഉണ്ടായി. 1 2 3 4 5. 5 ട്രയാങ്കിൾ ഉണ്ടായി. അപ്പം അതിലൊന്നും ഒരു സംശയവുമില്ല. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈ ഒരു ഫസ്റ്റത്തെ പെർപെൻഡിക്കുലറിനെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫസ്റ്റത്തെ പെർപെൻഡിക്കുലറിനെ നമ്മൾ ആദ്യമേ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ പറഞ്ഞു ഈ ഒരു ബോട്ടം ലൈൻ എന്താണ്? ഈക്വലി സ്പേസ്ഡ് ആണെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഈ 5 1 2 3 4 5 ഈ 5 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെയും ബേസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഈ സൈഡ് ഇതൊക്കെ ഈക്വൽ ആയിരിക്കും. അതായത് ആ ലൈന് മാത്രം ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിൽ കണ്ടോക്ക്. എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? ഇതെന്താണ്? ഇതൊക്കെ എന്താണ്? ഈ ലൈനൊക്കെ എന്താണ്? പാരലൽ ആയിട്ടാണ് പോകുന്നത്. അതായത് സമാന്തരമായിട്ടാണ് പോകുന്നത് അല്ലേ? അങ്ങനെ സമാന്തരമായിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ ലൈൻ ഇല്ലേ? ഈ ബ്ലൂ ലൈൻ എന്താണ്? ഈ പാരലൽ ലൈനെയൊക്കെ എന്താണ്? കട്ട് ചെയ്ത് പോകുന്നതാണ്. ഈ ബ്ലൂ ലൈനൊക്കെ പാരലൽ ലൈനെ കട്ട് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് ഈ എല്ലാ മട്ടത്രികോണത്തിലും ഈ എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലും ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ഈ സംഭവം, അതായത് കർണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ടാമത്തെ സൈഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെൻ മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആണ് എന്നുള്ളത് പ്രസ്താവിക്കാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ 9ാം ക്ലാസ്സിൽ എന്താ പറയുക, സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിരിക്കണം. അതിലെന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ 2 വശങ്ങളും ഒരു കോണും ഒരു ആംഗിളും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഓട്ടോമാറ്റിക്കലി എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ മൂന്നാമത്തെ സൈഡ് എല്ലാ ട്രയാങ്കിളിന്റെയും ഈ 5 ട്രയാങ്കിളിന്റെയും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം അത് സെറ്റായല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഫസ്റ്റത്തെ എന്താണ്? ഈ പെർപെൻഡിക്കുലറിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതേപോലെ ഈ ബേസ് ഒക്കെ ഈക്വൽ ആയതുകൊണ്ട് എന്താണ്? ഇവിടെയൊക്കെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇത് ഇവിടെ തന്നെ വരയ്ക്കുമ്പോൾ എന്തോ മാതിരിയുണ്ട്. അടുത്ത പിക്ചറിൽ പുതിയത് വരയ്ക്കുക. അതായത് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ഫസ്റ്റത്തെ ഈ ഹൈറ്റ് ഉണ്ടാവല്ലോ, ഈ ട്രയാങ്കിളിന്റെ ഫസ്റ്റത്തെ ഈ ഹൈറ്റ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇവിടെ ഫുള്ള് വരക്കണം, ഇതും ഫുള്ള് വരക്കണം. സോ ഈ ഹൈറ്റ്
രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഈ ഹൈറ്റ് എന്താണ്? y ആയിട്ട് കൺസിഡർ ചെയ്യാം. y ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ y ആവും, ഇവിടെ y ആവും, ഇവിടെയും y ആവും. അങ്ങനെ ആവുമ്പം മൂന്നാമത്തേൽ ഇവിടെയും y, ഇവിടെയും y, ഇവിടെയും y. സോ എന്താണ്? ഇവിടൊക്കെ y ആയിരിക്കും. അങ്ങനെ നോക്കുമ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ഹൈറ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഈ റെഡ് ലൈനൊക്കെ എന്താണ്? ഒന്ന് കൂട്ടി നോക്കുമ്പോൾ അതായത് ലെങ്ത് ഓഫ് ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ, ഈക്വൽ ടു എത്രയാണ്? ഫസ്റ്റത്തെ ഈ റെഡ് ലൈൻ്റെ ലെങ്ത് എത്ര ആയിട്ട് എടുക്കാനാണ് ഞാൻ പറഞ്ഞത്? എക്സ് ആയിട്ട് എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ലെങ്ത് ഓഫ് സെക്കൻഡ് പെർപെൻഡിക്കുലർ ലൈൻ, രണ്ടാമത്തെ ലംബത്തിന്റെ നീളം. ഒന്ന് നോക്കിയേ, രണ്ടാമത്തെ ലംബത്തിന്റെ നീളം, പെർപെൻഡിക്കുലർ നീളം എത്ര? എക്സ് പ്ലസ് വൈ അല്ലേ? എക്സ് പ്ലസ് വൈ. ഇനി ലെങ്ത് ഓഫ് തേർഡ് പെർപെൻഡിക്കുലർ ലൈൻ ഈക്വൽ ടു എക്സ് പ്ലസ് ഇ വൈ പ്ലസ് വൈ, വൈ പ്ലസ് വൈ. ഇനി ഫോർത്ത് പെർപെൻഡിക്കുലർ ലൈൻ, ലെങ്ത് ഓഫ് ഫോർത്ത് പെർപെൻഡിക്കുലർ ലൈൻ, 3 4. നാലാമത്തെ എക്സ് പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് വൈ, എക്സ് പ്ലസ് 3y അല്ലേ? വൈ. സ്വാഭാവികമായിട്ടും കണ്ണും പൂട്ടി പറയാം, എന്ത്? ഫിഫ്ത്ത് പെർപെൻഡിക്കുലർ ലൈൻ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് വൈ. അതായത് ഇതൊന്ന് മജാക്കി എഴുതുമ്പം, ഇതൊക്കെ ഒന്ന് മജാക്കി എഴുതുമ്പോൾ ഇവിടെ എക്സ് വന്നു, ഇത് എന്താണ്? എക്സ് പ്ലസ് വൈ തന്നെ. ഇവിടെ എന്താണ്? എക്സ് പ്ലസ് 2y ആണ്. ഇവിടെ എന്താണ്? എക്സ് പ്ലസ് 3y ആണ്. ഇവിടെ എന്താണ്? എക്സ് പ്ലസ് 4y ആണ്. സോ ഇനി എന്താണ്? ഇത് കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യലാണ് അടുത്ത പരിപാടി. അതിനെന്താ ചെയ്യുക? രണ്ടാമത്തെ ടേമിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പം കിട്ടുന്ന ഡിഫറൻസ്, അതായത് എക്സ് പ്ലസ് വൈ മൈനസ് വൈ, ഈ വൈയും കട്ട് ചെയ്യുമ്പം സോറി എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ആണ് വരിക അല്ലേ? രണ്ടാമത്തേത് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ്. അപ്പം എക്സും കട്ട് ചെയ്യുമ്പം ഇവിടെ വൈ ആയിരിക്കും ഡിഫറൻസ് വരിക. ഇനി തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് എക്സ് പ്ലസ് 2y മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഈ എക്സും കട്ട് ചെയ്യും, 2y മൈനസ് വൈ. 2y മൈനസ് വൈ എന്താ? വൈ ആണ്. ഇവിടെ എന്താണ് ഡിഫറൻസ്? വൈ ആണ്. ഇനി ഇതും ഒക്കെ ചെക്ക് ചെയ്യുമ്പം ഡിഫറൻസ് എന്തായിരിക്കും? വൈ ആണ്. അതായത് എന്താണ്? ഇവിടെ എന്താണ്? ഡി ഈക്വൽ ടു വൈ, പൊതു വ്യത്യാസം വൈ ആണ്. കോമൺ ഡിഫറൻസ് ഈസ് വൈ ഇൻ ദിസ് സീക്വൻസ്. Therefore these perpendiculars are in arithmetic sequence. Okay, the length of perpendicular are in arithmetic sequence. Okay, അപ്പം പേജ് നമ്പർ 13 എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുന്നേ, അതായത് പൊസിഷൻ ആൻഡ് ടേം. സ്ഥാനവും എന്താണ്? പദവും. അങ്ങനെയാണോ? അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓരോ ടേമും അതിന്റെ പൊസിഷനും തമ്മിലുള്ള ഒരു റിലേഷൻ അരിത്മെറ്റിക് സീക്വൻസിലാണ്, വേറെ ഒരു സീക്വൻസിലല്ല പറയാൻ പോകുന്നത്. അതിനു മുന്നേ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. 2, ഇവിടെ ഒന്നുമില്ല, 6. ഇങ്ങനെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇതിനെക്കാട്ടും വലിയ, ഇതൊരു എക്സാമ്പിൾ ഒക്കെ ആയിട്ട് എടുക്കുക, ഇതിനെക്കാട്ടും ഒരു വലിയ അരിത്മെറ്റിക് സീക്വൻസ് ഒക്കെ ആണ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ജസ്റ്റ് 3 ടേം മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ടേം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല, ഇങ്ങനെ വേറെ ഏതെങ്കിലും കുറച്ച് ടേമുകളൊക്കെ തമ്മിലുള്ള അരിത്മെറ്റിക് സീക്വൻസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വേറെ രീതിക്ക് ചെയ്യാം. അത് നമ്മൾ പറയാൻ പോകുന്നതുള്ളൂ. ആഫ്റ്റർ ഓൾ ജസ്റ്റ് ഈ 3 ടേം മാത്രം തന്നിട്ടുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ
ഇവിടെ ഈ സെക്കൻഡ് ടേം കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. അതായത് ഇവിടെ എ ബി സി ആണെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് ടേം എ, രണ്ടാമത്തെ ടേം ബി, മൂന്നാമത്തെ ടേം സി ആണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടേം ഒഴിഞ്ഞു കിടക്കുകയാണ്. രണ്ടാമത്തെ ടേം നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിൽ ആഡ് ചെയ്യുക. 2 + 6 8/2 = 4. ഇവിടെ എന്താണ്? 4 ആണ് വരിക. ഇതിങ്ങനെ 3 ടേം മാത്രം തന്ന് നടുവത്തെ ടേം തന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇതൊരു എക്സ്ട്രാ പരിപാടി മാത്രമാണ്. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള വേറൊരു രീതി, അരിത്മെറ്റിക് സീക്വൻസിൽ 3-4 ടേമൊക്കെ തന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഫൈൻ. അതായത് ഇവിടെ 15, ഇവിടെ 33. ആറാമത്തെ ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? 24 ഡാഷ് ഉണ്ടോ സിക്സ്ത് ക്വസ്റ്റ്യനിൽ? 24, ഡാഷ്, ഡാഷ്, 24 ആണല്ലേ. അത് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ നോക്കിയിട്ട് ചെയ്യുക. 24, ഡാഷ്, ഡാഷ്, 42 അല്ലേ? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. ഇത് നിങ്ങളെ വർക്കാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ അതും കാണാം, എല്ലാം കാണാം. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. ബൈ. കൺസിഡർ ചെയ്യുക 1, ഡാഷ്, 21, 41. ഇങ്ങനൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ്? 1 കോമൺ ഡിഫറൻസ്, അതായത് ഒരു പ്രാവശ്യം ഡി കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ ടേം കിട്ടുക. ഇവിടെ ഒഴിവാണ്. ഈ രണ്ടാമത്തെ ടേമിന്ന് വീണ്ടും ഒരു പ്ലസ് ഡി ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ 21 കിട്ടുക അല്ലേ? അപ്പം സെക്കൻഡ് ടേം കാണാൻ ഒന്നുകിൽ എന്ത് ചെയ്യുക? ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 എന്ന് പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുക. അതായത് 22/2 ഇവിടെ 11 ആണ് ഒറ്റയടിക്ക് വരാന്നുള്ളത് എനിക്ക് വേഗം മനസ്സിലായി. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിലുള്ള രീതി അതായത് കൊണ്ടും അത് നിർഭാഗ്യവശാൽ ചെയ്യേണ്ടി വരുന്നതിനാലും ഇത് പറയാണ്. സോ ഇവിടെ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? വേണ്ടത് എന്താണ്? സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേം ആണ്. നമ്മളെ കയ്യിൽ ഫസ്റ്റ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്. അതായത് തേർഡ് ടേം ഈസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് എത്ര ഡി കൂട്ടണം? 1D പ്ലസ് 2D, 2D. 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ടേമിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? മൂന്നാമത്തെ ടേം കിട്ടുക. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ടേം എത്രയാണ്? 21 ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്. പ്ലസ് 2 × D. കോമൺ ഡിഫറൻസ് കാണാൻ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ രീതിക്കും ചെയ്യാം. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 ഞാൻ പറഞ്ഞു. 11 ആണ് നമ്മുടെ ഉത്തരം എന്നുള്ളത്. സോ ഇനി എന്താണ്? ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 21 - 1 = 2D. 20 = 2D. 20/2 = D. അതായത് D = എത്ര? 10 ആണ്. D = 10 ആണ്. D 10 ആവുമ്പം എന്താ ചെയ്യുക? 1നോട് സെക്കൻഡ് ടേം, therefore സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു എന്താണ്? 1 + 10 = 11 അല്ലേ? 11. ഇനി എന്താണ്? പ്ലസ് ഡി. ഇവിടെ നിന്ന് പ്ലസ് ഡി, അതായത് 1 2 3 ഫോർത്ത് ടേം എന്താണ്? തേർഡ് ടേമിനോട് ഈക്വൽ ടു 21 + ഡി. ഡി എത്രയാണ്? 10 ആണ് നമുക്ക് കിട്ടിയത്. 21 10 കൂട്ടുമ്പോൾ 31 ആയിരിക്കും ഇവിടെ കിട്ടുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം നമ്മളെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എത്രയാണ്? 15-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1. പേജ് നമ്പർ
വീണ്ടും പറയുന്നു, പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്താൽ ഇപ്പം മനസ്സിലാവാത്തവർക്ക് കുറച്ചും കൂടി വൃത്തിക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ് 1 2 3 4 5 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് ആദ്യം ചെയ്താൽ 24, 42, ഡാഷ് ഡാഷ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇത് സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ആദ്യം കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 42 മൈനസ് 24. 42 മൈനസ് 24 ഈക്വൽ ടു എത്രയാ? 18 ആണ്. തേർഡ് ടേം കാണാൻ ഇനി എന്ത് ചെയ്താൽ മതി? തേർഡ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം 42 80 ആഡ് ചെയ്യുമ്പം കിട്ടുന്ന ഉത്തരം 16. ഇനി ഇവിടെ നിന്ന് ഫോർത്ത് ടേം കിട്ടാൻ 60 പ്ലസ് കോമൺ ഡിഫറൻസ് 8 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 78. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെന്ത്? 60ഉം 78ഉം. അത് കലാശ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതേപോലെ ഏതാ? എന്താണ്? ഡാഷ് 24, 42, ഡാഷ് എക്സെട്ര. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്? കോമൺ ഡിഫറൻസ് കാണാൻ സിമ്പിൾ ആണ്. d ഈക്വൽ ടു 42 മൈനസ് 24 ഈക്വൽ ടു 80. ഇവിടെ സെക്കൻഡ് ടേമിൽ d കുറയ്ക്കുമ്പോൾ -d ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടുക. അതായത് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 24 മൈനസ് 18 ഈക്വൽ ടു എത്രയാണ്? 6 ആണ് വരാം. ഇവിടെ ആദ്യം ചെയ്താ 6. ഇനി ഇവിടെ നിന്ന് 42 തേർഡ് ടേമിൽ പ്ലസ് d ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം ഈക്വൽ ടു 42 പ്ലസ് 80 ചെയ്യുമ്പോഴാണ് നാലാമത്തെ ടേം കിട്ടുക, ഫോർത്ത് ടേം കിട്ടുക. അപ്പോൾ എത്ര? 60 ആണ് വരിക അല്ലേ? ഓക്കെ, ഇനി എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ഡാഷ് 24, 42 ഡാഷ് 24, 42. ഇതിന്റെ ആൻസർ എന്താണ്? ഡി നമുക്കറിയാം. എന്താണ് ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ്? 42 മൈനസ് 24 18 ആണ്. ഇവിടെ നിന്ന് ഒരു ഡി കുറയ്ക്കുമ്പം സെക്കൻഡ് ടേം കിട്ടും. ഇവിടെ നിന്ന് 2 ഡി കുറയ്ക്കുമ്പം ഫസ്റ്റ് ടേമും കിട്ടും. അതായത് ഇവിടെ എത്രയാണ് വരിക എന്നുള്ളതൊന്ന് പറഞ്ഞേ. സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 24 മൈനസ് ഡി എത്ര? 18 ഈക്വൽ ടു എത്ര കിട്ടുക? 6 ആണ് വരിക. സെക്കൻഡ് ടേം 6. അപ്പോൾ ഫസ്റ്റ് ടേം ഇതിന്ന് ഡി കുറയ്ക്കുക. 6 മൈനസ് 80 ഈക്വൽ ടു മൈനസ് ഒക്കെ വന്നില്ലേ? -12 ആണ് വരിക. ഓക്കെ, ദെൻ ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ? ഇത് 1 2. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ 24, ഡാഷ് 42, ഡാഷ് എക്സെട്ര. ഇവിടെ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം പറഞ്ഞ രീതിക്ക് ചെയ്താൽ മതി. അതായത് എന്താണ്? തേർഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ 42 ആണ്. ഈ 24നോട് 1d 2d 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ്, 2 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുന്നത്. തേർഡ് ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 2d. തേർഡ് ടേം നമുക്കറിയാം 42 ഈക്വൽ ടു ഫസ്റ്റ് ടേം 24 പ്ലസ് 2 ഇൻറ്റു d. So 42 minus 24 equal to 2d. 42 minus 24, 80 equal to 2d. 80 by 2 equal to d equal to എത്ര വരാ? 9. ഓക്കെ, 9 ആകുമ്പം സെക്കൻഡ് ടേം equal to 24 പ്ലസ് 9 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. അതായത് എന്താണ്? 24 പ്ലസ് 9 എത്രയാ? 33. സെക്കൻഡ് ടേം കിട്ടി, തേർഡ് ടേം അറിയാം. ഫോർത്ത് ടേം എന്തായിരിക്കും? ഫോർത്ത് ടേം ഈക്വൽ ടു 42 പ്ലസ് 9 എത്രയാ? 51 ആകണം.
51 ആകണം. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? 4, ഡാഷ്, 42. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങോട്ട് -d ചെയ്യണം, ഇവിടെ +d q d. അതായത് 4th ടേം ആയ 42 കിട്ടാൻ സെക്കൻഡ് ടേമിന്ന് അതായത് ഈ ടേമിന്ന് എത്ര d ആഡ് ചെയ്യണം? +1d + d, 2d. 4th ടേം എത്ര? 42 = സെക്കൻഡ് ടേം എത്രയാ? 24 + 2 × d. 42 - 24 = 2d. 80 = 2d. 80/2 = d. 9 = d. So first term = 24 - 9. First term = 24 - 9. എത്ര വരാ? 15 ആണ് വരാ. ഇനി 1, 2, മൂന്നാമത്തെ ടേം. തേർഡ് ടേം = 24 + 9. എത്ര വരാ? 24 + 9 33. ഓക്കെ, ഫൈൻ. അതായത് ഇവിടെ 15, ഇവിടെ 33. ആറാമത്തെ ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? 24 ഡാഷ് ഉണ്ടോ സിക്സ്ത് ക്വസ്റ്റ്യനിൽ? 24, ഡാഷ്, ഡാഷ്, 24 ആണല്ലേ. അത് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ നോക്കിയിട്ട് ചെയ്യുക. 24, ഡാഷ്, ഡാഷ്, 42 അല്ലേ? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. ഇത് നിങ്ങളെ വർക്കാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ അതും കാണാം, എല്ലാം കാണാം. എല്ലാവർക്കും